നമസ്കാരം. നമസ്തേ. നമസ്തേ. സാറിന്റെ മെസ്സേജ് ഓക്കെ എന്ന് വന്നിട്ടുണ്ട് സാറേ. ഉണ്ടോ? ഓക്കെ മെസ്സേജ് വന്നു. എന്നാ പിന്നെ തിങ്കളാഴ്ച അങ്ങനെ വയ്ക്കാം. എന്നാ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം അല്ലേ? അതെ. നാളത്തെ യാത്ര ഞാൻ ചെയ്തില്ലേ? അത് തന്നെ മഹേഷ് പറഞ്ഞു. ശരിയാ, ഭയങ്കര മഴയും. അതേന്ന് ഞാനൊന്ന് ആലോചിച്ചത്. ഒരു വഴിയിലെങ്ങാനും വഴി പെട്ടുപോയാൽ പെട്ടുപോകും. അത്ര അർജന്റ് ഇല്ലല്ലോ നമുക്കൊന്ന് പോകണമെന്നുള്ള. അതെ അതെ അതെ, അടുത്ത ആഴ്ച മാറ്റി വയ്ക്കുന്നതല്ലേ അത്. റെക്കോർഡായത് തുടങ്ങാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഏകാദശം 3-ാം അധ്യായത്തിലേ എടുക്കണ്ടേ? അതെ സാർ. ഏകാദശ സ്കന്ധം അധ്യായം 3. കഴിഞ്ഞ വർഷം 2-ാം അധ്യായം നമ്മൾ പൂർണ്ണമാക്കി. ഇനി ഭക്തി എന്താണെന്നും അത് ആചരിക്കുന്ന ഭാഗവതന്റെ ലക്ഷണം എന്താണെന്നും രണ്ടുപേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് 2 ഋഷിമാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാജോവാച. പരസ്യ വിഷ്ണോരീശഫ്യാമായിനാമവിമോഹിനീം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തു നാം. പരഫ്യ വിഷ്ണോഹോ ഈശഫ്യ. പരഫ്യ എന്ന് വെച്ചാൽ പരനായിരിക്കുന്ന, പരൻ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠൻ, ഉന്നതൻ, സകല ജീവജാലങ്ങൾക്കും കാരണസ്വരൂപനായി വർത്തിക്കുന്ന പരനായ ഈശഫ്യ വിഷ്ണോഹു, ഈശനായ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായ വിഷ്ണോഹോ, വിഷ്ണുവിന്റെ മായിനാമഭിമോഹിനിയുമായ, മായികളെ പോലും മോഹിപ്പിക്കുന്ന മായ. മായിനാമപി മോഹിനി, മായികളെ പോലും മായയെ പ്രയോഗിപ്പാൻ സാമർഥ്യമുള്ള ബ്രഹ്മാദികളെ പോലും മോഹിപ്പിക്കുന്ന മായയെ വേദിതും അറിയുന്നതിനായി ഇച്ഛാമ ആഗ്രഹിക്കുന്നു. ഭഗവന്തോ, ഭവാന്മാർ, നഹ ബ്രുവന്തു ഞങ്ങളോട് പറയൂ. ബ്രുവന്തു നഹ ഞങ്ങളോട് ബ്രുവന്തു പറയൂ. മായയെയും അത് കടക്കാനുള്ള മാർഗത്തെക്കുറിച്ചുമാണ് ഈ 3-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളായി അവതരിപ്പിക്കുന്ന വിഷയം. ഈ പ്രപഞ്ചം മുഴുവനും വിഷ്ണുവിന്റെ മായയിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പലപ്പോഴും പറഞ്ഞും കേട്ടും അറിഞ്ഞും നമുക്ക് നല്ല പരിചയമാണ്. ഒരു ജീവനെ ഈ സംസാരത്തിൽ ജനിക്കാൻ കാരണവും മായ തന്നെ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മായാസ്വരൂപത്തെ അറിഞ്ഞിട്ട് വേണമല്ലോ മായയെ അതിക്രമിക്കാൻ, മായയെ തരണം ചെയ്യണം. തരണം ചെയ്യെങ്കിൽ മായ എന്താണെന്ന് അറിയണ്ടേ? യദുവിന്റെ ചോദ്യം അവിടെയാണ്. എന്താണെന്ന് അറിയാതെ അതിനെ അപ്പുറത്ത് കടക്കാൻ പറ്റില്ലല്ലോ. ഒരു പുഴ കടക്കാൻ ചെന്നാൽ
ആ പുഴയുടെ ആഴം, വീതി, നീളം, വെള്ളത്തിന്റെ അവസ്ഥ ഇതൊക്കെ അറിയാതെ അത് അക്കരെ കിടക്കാൻ പറ്റില്ല. ഈ മായയാകുന്ന പുഴ അക്കരെ കിടക്കണമെങ്കിൽ മായയെക്കുറിച്ച് അറിയണമല്ലോ. അതുകൊണ്ട് മായാസ്വരൂപത്തെ പറഞ്ഞു തരണം. ഇതാണ് നിമിയുടെ ചോദ്യം. മായയുടെ മറ്റു ദോഷം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനെ പോലും മോഹിപ്പിക്കുന്നതാണ് മായ. ഈ പ്രപഞ്ചം മുഴുവൻ മായയാണ്. ആ മായാസ്വരൂപമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മായയെ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ പോലും മോഹിപ്പിക്കുന്നതാണ് മായ. അതുകൊണ്ട് മായിനാമോഹിനി മായാം വേദിതും ഇച്ഛാമ, അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊന്ന് പറഞ്ഞു തരൂ. പരസ്യ വിഷ്ണോരീശഫ്യാമ ഇനാമഭിമോഹിനീം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബിരുബന്ധോ നാം. പരസ്യ വിഷ്ണോരീശഫ്യാമ ഇനാമഭിമോഹിനീം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബിരുബന്ധോ നാം. നാനുതൃപ്യേ ജുഷൻ യുഷ്മത് വജോ ഹരികഥാമൃതം സംസാരതാപനിഷ്ട്രപ്തോ മർത്യസ്തത്താപഭേഷജം ന അനുതൃപ്തി. എനിക്ക് തൃപ്തി ഉണ്ടാവുന്നില്ല. ന അനുതൃപ്തിയെ. ജുഷൻ സേവിക്കുന്നത് കൊണ്ട്, യുഷ്മതു വച നിങ്ങളുടെ വാക്ക് സേവിക്കുന്നതുകൊണ്ട് എനിക്ക് തൃപ്തി ഉണ്ടാവുന്നില്ല. എന്താ നിങ്ങളുടെ വാക്ക്? ഹരികഥാമൃതം, ഹരിയുടെ കഥയാകുന്ന അമൃതമെന്ന് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നതോടും എനിക്ക് തൃപ്തി തരുന്നില്ല. വീണ്ടും വീണ്ടും ചോദിക്കുന്ന കൊണ്ടാണ്. അത് നിങ്ങൾ കുറെ കേട്ട് ചോദ്യം നിർത്തിപ്പോയിക്കൂടെ എന്നാണെങ്കിൽ ഇതങ്ങനെയല്ല, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് കാരണം? സംസാരതാപനിഷ്ഠപ്തോ, സംസാരമാകുന്ന താപത്തിൽ തപിക്കപ്പെട്ടിരിക്കുന്ന, നിഷ്ഠപ്തഹഞ്ച തപിക്കപ്പെട്ടിരിക്കുന്ന, സംസാരമാകുന്ന താപത്തിൽ തപിക്കപ്പെട്ടിരിക്കുന്ന മർത്യ മനുഷ്യന് തത് താപഭേഷജം. ആ താപത്തിന് ഔഷധമാണ് നിങ്ങളുടെ ഹരികഥ. സംസാരലോക ജീവിതത്തിൽ ഓരോ തരം താപങ്ങൾ അകപ്പെടുന്നവർക്ക് ഔഷധം മെഡിക്കൽ സ്റ്റോറിന് കിട്ടുന്ന മരുന്നല്ല, പിന്നെന്താണ്? ഹരികഥാ അമൃതം. അത് വീണ്ടും വീണ്ടും പാനം ചെയ്യലാണ് അതിനുള്ള ഔഷധം. അതുകൊണ്ട് എപ്പോഴും മരണഭീതിയോടുകൂടിയാണ് മനുഷ്യൻ കാലം കഴിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് ഭീതി. എന്തിനെക്കുറിച്ചാണ്? മരിക്കും മരിക്കും മരിക്കുമല്ലോ മരിക്കുമല്ലോ എന്നാണ്. അങ്ങനെ ഉള്ളവർക്ക് മഹാവിഷ്ണുവിന്റെ കഥയാകുന്ന അമൃത് ആസ്വദിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ വാക്ക്. അത് മരണഭീതി തീർക്കുന്നതാണ്. നിങ്ങളുടെ വാക്ക് കേൾക്കും തോറും മരണത്തെക്കുറിച്ചുള്ള ഭീതി ഇല്ലാകും. മരണം ഉണ്ടാകും, പക്ഷെ അതിനെക്കുറിച്ചുള്ള ഭീതി ഇല്ലാതാകും. അതുകൊണ്ട് മരണഭീതി തീർക്കാനുള്ള ദിവ്യ ഔഷധമാണ് നിങ്ങളുടെ വാക്ക്. അത് എത്ര കേട്ടിട്ടും തൃപ്തിയാകുന്നില്ല. അതുകൊണ്ട് ഇനിയും ഉപദേശിക്കണമേ എന്ന് കേൾക്കുന്നവർക്കുള്ള സന്തോഷം പറയുന്നവരെ അറിയിക്കലാണ് പറയുന്നവരുടെ ഉത്സാഹം. കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹാവു എന്തെന്നില്ലാത്തൊരു ആത്മാനന്ദത്തിന് സന്തോഷം. അത് ഇവരെ അറിയിക്കണം. ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു കേട്ടത്. എന്നാലേ പറയുന്നവർക്ക് ഉത്സാഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ച് ഒരു കമന്റ് പറയും. നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ മോശമായിരിക്കുന്നു, കൊള്ളാം, എന്താ ഇന്ന ഇന്ന വിഷയങ്ങളാണ് എൻ്റെ അകത്തുള്ളത്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ല ഇവർ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായാൽ എനിക്ക് വീണ്ടും പറയാൻ അതൊരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വാക്കുകൾ പറയുന്നവരുടെ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ തലയിൽ തീ പിടിച്ചിരിക്കുന്ന ഒരാൾക്ക്, അതാണ് സംസാര താപ നിഷ്ഠപ്ത, സംസാരത്തിന്റെ ചൂട് തലയിൽ വരെ ഏറ്റി തലയിൽ ചൂട് പിടിച്ച് തീ പിടിച്ചിരിക്കുന്ന ഒരാൾക്ക്, സംസാര ദുഃഖത്താൽ തപ്തനായിരിക്കുന്ന നിമിരാജാവിനെ പോലെയുള്ള ഒരു വിവേകിക്ക്, നവയോഗികളെ പോലെയുള്ള ഉത്തമ ആചാര്യന്മാരുടെ
ലൗകികമായ ആത്മാനന്ദമുണ്ടാക്കാൻ സാമർഥ്യമായ ദിവ്യോപദേശം കേൾക്കുമ്പോൾ മേൽക്കുമേൽ ആനന്ദം അനുഭവിക്കാൻ കഴിയും എന്നുറപ്പാണ്. ഹരികഥ എത്ര കേട്ടാലും തൃപ്തിയേറിയില്ല. 24 മണിക്കൂർ കേട്ടാലും ഇത് മടുത്തു, ഇനിയില്ല, നാളെ ആട്ടെ, പിന്നാട്ടെ എന്ന് തോന്നില്ല. അതിങ്ങനെ കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് ഭക്തിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഹരികഥാശ്രവണം വർദ്ധിക്കും തോറും അതിൽ ശ്രദ്ധയുണ്ടാകും. അതിൽ ശ്രദ്ധയുണ്ടായാൽ ഭക്തിയുണ്ടാകും. അതുകൂടെ ഭയമില്ലാണ്ടാകും. സംസാരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ 2ാമത്തെ ശ്ലോകത്തിൽ കവി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ വാക്കിൽ നമുക്ക് ഭംഗിയായിട്ട് കിട്ടും. അതുകൊണ്ട് ഇനിയും പറയൂ എന്ന് വീണ്ടും ചോദിക്കാം. നാനുതൃപ്യേജുഷൻ യുഷ്മത്വചോ ഹരികഥാമൃതം സംസാരതാപനിഷ്ടപ്തോ മർത്യസ്തത്താപഭേഷജം. നാനുതൃപ്യേജുഷൻ യുഷ്മത്വജോ ഹരികഥാമൃതം സംസാരതാപനിഷ്ടപ്തോ മർത്യസ്തത്താപഭേഷജം. ഇത്രയും കഴിഞ്ഞപ്പോൾ അന്തരീക്ഷൻ എന്ന അടുത്ത ഋഷിയാണ് ഹരി. കവി ഹരി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത അന്തരീക്ഷൻ എന്ന 3ാമത്തെ ഋഷിയാണ് ഈ മറുപടി പറയാൻ തുടങ്ങുന്നത്. 9 പേരല്ല ചോദിക്കുന്നത്, ഓരോരുത്തരും ഓരോന്നിനും മറുപടി പറയാം. അന്തരീക്ഷൻ പറഞ്ഞു, ഏഭർ ഭൂതാനി ഭൂതാത്മാ മഹാഭൂതേർ മഹാഭുജ സ്വഫർജോച്ചാവചാനാദ്യ മാത്രാത്മപ്രസിദ്ധേ. ഏഭിഹി ഇവകളാൽ ഭൂതാനി ഭൂതങ്ങൾ ഭൂതാത്മാ ഭൂതസ്വരൂപനായ മഹാഭൂതൈഹി മഹാഭുജ മഹാഭൂതങ്ങളെ കൊണ്ട് ഏഭിർ മഹാഭൂതൈഹി ഈ കാണുന്ന പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ഭൂതാത്മാവായ മഹത്തായ ശക്തിയുടെ ഉടമസ്ഥനായ ഭഗവാൻ ഫസർജ സൃഷ്ടിച്ചു. ഉച്ചാവചാനി ആദ്യ ഉച്ചാവചങ്ങൾ എന്നുവെച്ചാൽ വൈവിധ്യങ്ങളാർന്ന ഉച്ചാവചങ്ങളാണ് സൃഷ്ടി, വൈവിധ്യങ്ങളാണ് സൃഷ്ടി. അതിൻ്റെ അകത്ത് കല്ലുണ്ട്, മണ്ണുണ്ട്, മരമുണ്ട്, പുഴുക്കളുണ്ട്, ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, ആനയുണ്ട്, എറുമ്പുണ്ട്. എത്ര വൈവിധ്യങ്ങളാണ്! ഉച്ചാവചങ്ങളാണ് സൃഷ്ടികൾ. അങ്ങനെയുള്ള സൃഷ്ടികളെ കൊണ്ട് ആദിയിലുള്ളവനായ ഭഗവാൻ സ്വമാത്ര ആത്മപ്രസിദ്ധേ സ്വന്തം മാത്ര കൊണ്ട് ആത്മപ്രസിദ്ധിക്കായിക്കൊണ്ട് വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ ഭൂതസ്വരൂപനാണ്. അതുകൊണ്ട് ഭൂതങ്ങൾ ഭഗവാനിൽ നിന്നും അന്യമല്ല. അങ്ങനെയുള്ള ആ ഭൂതങ്ങൾ ഓരോ ജീവജാലങ്ങളിലെയും കർമാനുസരണം വിഷയസുഖത്തെയും മോക്ഷത്തെയും ജീവന്മാർക്ക് നൽകാൻ വേണ്ടിയാണ് ഭഗവാൻ സൃഷ്ടിയാദികളായ ലീലകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ഗതി തന്നോട് ചേർത്ത് സിദ്ധിക്കണം എന്ന് വിചാരിച്ചാണ് അജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് അംശമെന്നുള്ള വ്യവഹാരം ജീവാത്മാവിനെ കുറിച്ച് ഭഗവാൻ ചെയ്തത്. ഈ ഭേദം ആത്മാവിലില്ല. ബിംബപ്രതിബിംബഭാവം കൊണ്ട് ഉപാധിയായി തീർന്നിരിക്കുന്ന ജീവനിൽ മാത്രമാണ് ഈ ശുദ്ധി, അശുദ്ധി, ജ്ഞാനം, ഉത്കർഷം, അപകർഷം എന്നിവ കാണാൻ. അതുകൊണ്ട് ജീവൻ ആത്മാംശമാണ് എന്ന് പറയുകയാണ്. സ്വമാത്ര ആത്മപ്രസിദ്ധേ, തൻ്റെ തന്നെ മാത്രയായ അംശമായിരിക്കുന്ന ആത്മാവിന്റെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള സൃഷ്ടികൾ നിർവഹിച്ചത്. ഈ മായാസ്വരൂപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മായയുടെ സ്വരൂപത്തെക്കുറിച്ച് പറയാൻ വളരെ വിഷമമുള്ള വിഷയമാണ്. ഇന്ന വിധമാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല മായയുടെ ശക്തി.
അതുകൊണ്ട് സൃഷ്ടി തുടങ്ങി സകല വിഷയങ്ങളിലും മായയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സൃഷ്ടിയെക്കുറിച്ച് പറയാം. സൃഷ്ടി മുഴുവൻ മായയാണ്. മായാകാര്യങ്ങൾ കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത് തന്നെ. അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കാൻ പുറപ്പെടുകയാണ്. സൃഷ്ടിക്ക് കാരണം മായയാണ്. അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൽപ്പത്തിലുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടി ചെയ്യേണ്ടത് വരും. കൽപ്പത്തിന്റെ ആരംഭത്തിൽ നശിക്കാതിരിക്കുന്ന ഒരാൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാറ്റിനും കാരണമാണ് ഭഗവാൻ. അതിൽ നിന്നാണ് കാര്യങ്ങളായ ഈ സൃഷ്ടി മുഴുവനും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യനായ ഭഗവാൻ ഈ സകലമാന സൃഷ്ടജാലങ്ങൾക്കും ശക്തനാണ്. ഭൂമി ആദികളായ പഞ്ചഭൂതങ്ങൾ, പൃഥ്വി, തേജോ, വായുവകാശങ്ങൾ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, അതാണ് മഹാഭൂതൈഹി ഭൂതാനി. മഹാഭൂതങ്ങളായ ഈ ഭൂതങ്ങളാൽ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് അവയെ പരസ്പരം കൂട്ടി യോജിപ്പിച്ചാണ് സൃഷ്ടി ഉണ്ടാക്കുന്നത്. ഭൂമിയും വെള്ളവും അഗ്നിയും വായുവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റേഷ്യോ ഉണ്ട്. കൂട്ടിച്ചേർത്താൽ സൃഷ്ടി ഉണ്ടാക്കും. പൃഥ്വിയപ്ത ഏജോ വായുവകാശങ്ങൾ പിണൈപ്പു മേന്മേൽ സൃഷ്ടിയിൽ ഈശൻ പെരിപ്പു സംഹൃതയിൽ. ഇതാണ് സൃഷ്ടി സംഹാരങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആദ്യനായ ഭഗവാൻ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് മനുഷ്യൻ വരെയുള്ള ഉത്കൃഷ്ട ജീവജാലങ്ങളായ നാനാത്വങ്ങളെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കാനുള്ള ഉപകരണങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ഈ പഞ്ചഭൂതങ്ങളിലും ആരുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്. അതില്ലെങ്കിൽ തമ്മിൽ കൂടിച്ചേരില്ല. പഞ്ചഭൂതങ്ങൾ തമ്മിൽ, ഇപ്പൊ ജലവും അഗ്നിയും വായുവും തമ്മിൽ കൂടിച്ചേരണമെങ്കിൽ അതിനകത്ത് കൂടിച്ചേരാനുള്ള ത്വര വേണം. അതാരാണ്? ഭഗവാന്റെ ആൾ. അതുകൊണ്ട് ഭൂതങ്ങൾ ഭഗവാനിൽ നിന്നും ഭിന്നമല്ല. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, ആ പഞ്ചഭൂതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ തന്നെ മാത്രയ്ക്ക്, തൻ്റെ തന്നെ അംശത്തിന്റെ ഒരു വലിയ പ്രസിദ്ധി ഈ ലോകത്ത് മുഴുവൻ, ഈശ്വരാംശമാണ് പ്രപഞ്ചം മുഴുവനും എന്നുള്ള സിദ്ധിക്ക് വേണ്ടി പലവിധത്തിലുള്ള ഭൂതജാലങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് സൃഷ്ടിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ഏഭർ ഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർ മഹാഭുജാം സ്വഫർജ ഉച്ചാവചാന്യാദ്യ സ്വമാത്രാത്മപ്രസിദ്ധേ. ഏഭർ ഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർ മഹാഭുജാം സ്വഫർജ ഉച്ചാവചാൻ ആദ്യ ഉച്ചാവചാനാദ്യ സ്വമാത്രാത്മപ്രസിദ്ധേ. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭി ഏകഥാ ദശധാത്മാനം വിഭജഞ്ജുഷതേ ഗുണാൻ. ഏവം ഇങ്ങനെ സൃഷ്ടാനി, ഇങ്ങനെ സൃഷ്ടിച്ച പഞ്ചധാതുഭി പ്രവിഷ്ട, 5 ഭൂതങ്ങൾ, ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ ഭൂതങ്ങളിൽ എന്താണ് അവിടെ പ്രവേശിച്ച് ഏകഥ ദശധ ആത്മാനം വിഭജൻ ഗുണഞ്ജുഷത, ഒന്നായിട്ട് 10 തന്റെ ആത്മാവിനെ വിഭജിച്ചിട്ട് പ്രകൃതി ഗുണങ്ങളെ സേവിക്കുന്നത് പോലെ നമുക്ക് തോന്നിക്കുന്നു. അപ്പൊ സൃഷ്ടിയിൽ ഒന്നുമില്ലാതിരുന്ന ഈ കൽപ്പത്തിന്റെ ആദിമകാലത്ത് ഭഗവാന്റെ ഉള്ളിൽ നിന്നും പഞ്ചഭൂതങ്ങളെ താൻ തന്നെ സൃഷ്ടിച്ച് അവയിലേക്ക് തന്റെ തേജസ് പ്രവേശിപ്പിച്ച് അവയെ കൂട്ടിച്ചേർത്ത് ഈ ജീവജാലങ്ങളെയൊക്കെ ഉണ്ടാക്കി എന്നാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദേവന്മാര്, മനുഷ്യര് തുടങ്ങിയുള്ള ഓരോ ശരീരത്തിലും ജീവരൂപേണ വസിക്കുന്ന ഭഗവാൻ അന്ധക്കരണം എന്ന പേരിൽ അഭിമാനിയായിട്ട് നിലനിൽക്കും. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് 10 തന്നെത്താൻ വിഭജിക്കും. അന്ധക്കരണ സ്വരൂപത്തിൽ ഉള്ളിൽ നിൽക്കുന്ന ഭഗവാൻ ഒന്നാണ്
അത് 10 മാറും. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇതൊക്കെ പ്രവർത്തനങ്ങളിൽ ആര് വേണം? ഭഗവാന്റെ ഇച്ഛാശക്തി ഉള്ളിൽ വേണം. നമ്മൾ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ, ചെവി കൊണ്ട് കേൾക്കണമെങ്കിൽ, മൂക്കുകൊണ്ട് മണക്കണമെങ്കിൽ ഒക്കെ ആര് വേണം? അതിനുള്ളൊരു ശക്തി അതിനകത്ത് ഭഗവാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. കൈയണക്കണമെങ്കിൽ, കാലണക്കണമെങ്കിൽ, എന്തിന്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്ന് വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ ഭഗവാന്റെ ഇച്ഛ അതിൻ്റെ അകത്തുണ്ട്. അതാണ് 1ആയിട്ടും 5ആയിട്ടും 10ആയിട്ടും ഒക്കെ വിഭജിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഗുണങ്ങളെ താൻ തന്നെ ആശ്രയിച്ച് ശബ്ദാദികളായ ഓരോ വിഷയങ്ങളെയും അതാത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതാതിൻ്റെ സൃഷ്ടികർത്താവായ ഭഗവാൻ തന്നെയാണ് അനുഭവിപ്പിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് ജീവൻ ബ്രഹ്മത്തിൽ നിന്നും വേറെയാണ്. ജീവൻ വേറെ, ബ്രഹ്മം വേറെ. ബ്രഹ്മം ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈശ്വരനെ ഭജിക്കുന്നു എന്ന് ഈശ്വരനും ഞാനും 2ആയിട്ട് കണ്ടെങ്കിലേ നമുക്ക് ഭജിക്കാൻ പറ്റൂ. ഞാൻ കൃഷ്ണനാണ് എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ആരെ ഭജിക്കും? അപ്പൊ ഞാൻ വേറെ, കൃഷ്ണൻ വേറെ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ. ഈ ഒരു ചിന്ത ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴാൻ പറ്റുന്നത്, ഈശ്വരനെ ആരാധിക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്? ഞാൻ ഈശ്വരനെ ആരാധിക്കുന്നു, ഞാൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്. അതുകൊണ്ട് ഇത് ജീവസ്വഭാവമാണ്. ഒന്ന് സൃഷ്ടികർത്താവായ ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ അകത്തെല്ലാം അനുഭോക്താവായിരുന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവൻ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടതാണ്. ഈ സത്യം പലപ്പോഴും നമ്മൾ മറന്നുപോകും. ഞാനും ഈശ്വരനും ഒന്നാന്നുള്ള സത്യം മറന്നിട്ട് എന്ത് ചെയ്യും? 2ആയിട്ട് കണ്ടാണ് ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇനി എപ്പോഴാണോ രണ്ടും ഒന്നാണെന്ന് തോന്നുന്നത് അപ്പ അനുഭവിക്കുന്നതിന്റെ പേരാണ് മോക്ഷം എന്ന്. അഹം ബ്രഹ്മാസ്മി, ഞാനും ഈശ്വരനും ഒന്നാണെന്ന് അനുഭവിച്ചറിഞ്ഞാൽ അതിന്റെ പേരാണ് മോക്ഷം. അതുവരെ എന്താണ്? 2 തന്നെയാണ്. ഞാൻ വേറെ, ജീവൻ വേറെ എന്നിങ്ങനെ. അങ്ങനെ ഈ ശരീര ഇന്ദ്രിയത്തിന്റെയും അന്ധകരണത്തിന്റെയും ഒക്കെ നിർമ്മാണ സാമഗ്രികളുടെ ഉൽപ്പത്തി സ്ഥാനം ഈശ്വര ശക്തിയായ മായ എന്നറിയണം. അപ്പൊ ഇതാണ് മായ എന്ന നിർവചനം പറയാൻ പുറപ്പെട്ടതാണ്. നമ്മിലുള്ള ഈശ്വര ചൈതന്യത്തിന്റെ സൃഷ്ടി മായ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഞാനും ഈശ്വരനും 2 എന്ന് എപ്പോഴും തോന്നിച്ചുകൊണ്ടിരിക്കും. അതിനെ ഒന്നാക്കി മാറ്റണമെങ്കിൽ ഈ മായ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബ്രഹ്മവും ഞാനും ഒന്നാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെ ഭജിക്കാൻ, ആരെ കീർത്തിക്കാൻ? ആരുമില്ലല്ലോ. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മുക്തി ഏറ്റവും ഒടുവിലാണ്, ആദ്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? നിരന്തരമായി ഈശ്വരനെ ഭജിക്കുക തന്നെ ചെയ്യണം. അതിനുശേഷമേ നമുക്ക് അവസാനം. ഇത് മായ കൊണ്ടാണ്. അപ്പൊ എന്താണ് മായ എന്ന് വ്യക്തമാക്കി. നമ്മളിപ്പോ അനുഭവിക്കുന്നതൊക്കെ എന്തിനാണ്? മായ തന്നെയാണ്. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭി ഏകഥാ ദശധാത്മാനം വിഭജഞ്ജുഷതേ ഗുണാൻ. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭി ഏകഥാ ദശധാത്മാനം വിഭജഞ്ജുഷതേ ഗുണാൻ. ഗുണേർഗുണാൻ സ്വഭുഞ്ജാന ആത്മപദ്യോതിരേ പ്രഭു മന്യമാന ഇദം സൃഷ്ടം ആത്മാനമിഹ സജ്ജതേ. ഗുണൈഹി ഗുണാൻ ഭുഞ്ജാനഃ പ്രഭു. ആ പ്രഭുവായ ഈശ്വരൻ ഗുണങ്ങളെ കൊണ്ട്, ഗുണങ്ങളെ ഭുജിച്ചുകൊണ്ട് ആത്മപ്രദ്യോതിതൈ, ആത്മാവിനെ പ്രദ്യോതിപ്പിക്കുന്ന, അന്തര്യാമിയായിരുന്ന് ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങളാൽ അതാത് വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നവനായിട്ട് ഇതം സൃഷ്ടം, ഈ ശരീരത്തെ സൃഷ്ടിച്ചു. മന്യമാന ഇതം സൃഷ്ടം ആത്മാനമിഹ സജ്ജത്തെ. എന്നിട്ട് ഈ ശരീരത്തെ ആത്മാവാണെന്ന് വിചാരിക്കുന്നവനായിട്ട് ശരീരാദികളിൽ ആസക്തി ഉള്ളവനായിട്ട് ഭവിക്കുന്നു. അങ്ങനെ മായ കൊണ്ട് സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇവിടെ ഏകചൈതന്യമായിരിക്കുന്ന ജീവനും ഈശ്വരനും തമ്മിൽ ഭേദം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് സ്പഷ്ടമാക്കുവാണ്. ഇപ്പൊ താൻ സൃഷ്ടിച്ച്
താൻ തന്നെ അതിൻ്റെ അകത്ത് പ്രവേശിച്ച ആ ഈശ്വരൻ അതിൻ്റെ അകത്തിരുന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് മുമ്പിൽ നിൽക്കുന്ന പൂവ് കണ്ണ് തുറന്നാൽ കാണാൻ പറ്റുന്നത്. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു റോസ് പൂ നിൽപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് കണ്ണു തുറന്നാൽ അത് കാണാൻ പറ്റും. ഇതെപ്പോഴും പറ്റുമോ? പറ്റില്ല. ചിലപ്പോ കണ്ണുണ്ട്, എന്ത് ചെയ്യത്തില്ല, കാണാൻ പറ്റില്ല. അപ്പൊ കണ്ണുണ്ടായിട്ട് കാര്യമില്ല. ഇന്ദ്രിയമുണ്ട്, പൂ നിപ്പുണ്ട്, എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. നല്ല ഇരുട്ടുള്ള മുറിയിൽ നിറച്ചു സാധനങ്ങൾ ഇരിപ്പുണ്ട്. സാധനം കണ്ടത്തിരിപ്പുണ്ട്, എനിക്ക് കണ്ണുണ്ട്. എന്താ കാണാത്തെ? ഇരുട്ടുള്ളതുകൊണ്ട്. ആ ഇരുട്ടിനെ ഒന്ന് മാറ്റിയാലോ, അപ്പൊ എനിക്കെല്ലാം കാണാം. ഈ ഇരുട്ട് മായയാണ്. മായ കൊണ്ട് ഇതിനെ മറച്ചു പിടിച്ചിരിക്കുന്നു. അപ്പൊ മായ കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിതിനെ അറിയാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അതിനെ കാണിക്കാൻ പാകത്തിന് ഈ മായ മാറ്റിയെടുത്താൽ ഈ പൂവും ഈ മുറിക്കകത്തുള്ള സാധനം എനിക്കറിയാൻ പറ്റും. ഇത് നമ്മൾ എന്ന് അനുഭവിക്കുന്ന, നമ്മൾ വെളിച്ചം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, മുറിക്കുക. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കാണാം. വിളക്കിൻ്റെ അകത്ത് നിറച്ചിരിപ്പുണ്ട്. എത്രയോ വിളക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് മുറി അടച്ച് പുറത്തു പോയത്. തിരിച്ചു വന്നപ്പോൾ മുറിക്കകത്തിരിട്ട എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ നമ്മെ പ്രചോദിപ്പിക്കാനുള്ള ശക്തി ഇതിൻ്റെ അകത്ത് വേണം. അതാണ് ഈശ്വരൻ. ഈ കാണാൻ പറ്റാത്ത ഇരുട്ട് മായയാണ്. അതിനെ എന്ത് ചെയ്യണം? മാറ്റുക തന്നെ ചെയ്യണം. എന്നിങ്ങനെ എങ്ങനെയാണ് ഇരുട്ട് നമ്മെ ബാധിക്കുന്നത്, എപ്രകാരമാണ് മായ നമ്മെ ബാധിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു ഇവിടെ ചെയ്യുന്നത്. ഗുണൈർഗുണാൻ സഭുഞ്ജാന ആത്മപ്രദ്യോതിതൈ പ്രഭു മന്യമാന ഇതം സൃഷ്ടം ആത്മാനമിഹ ഭജ്യതേ. അങ്ങനെ തൻ്റെ ഈ ജീവാത്മാവിനെ ഈ പ്രകൃതിഗതങ്ങളായ വസ്തുക്കൾ അനുഭവിക്കാൻ സജ്ജമാക്കുന്നത് ഈശ്വരന്റെ ശക്തിയാണ്. അതില്ലെങ്കിൽ ഇതെല്ലാം മായ കൊണ്ട് മൂടിക്കിടക്കും. അതുകൊണ്ട് ആ മായയാണ്, അത് ആവരണ ശക്തിയാണ്. അത് അവിദ്യ എന്ന അജ്ഞാനമെന്ന ഇരുട്ട് കൊണ്ട് ബാധിക്കുന്നതാണ്. അതിനെ മാറ്റിയെടുക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തലാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. കർമാണി കർമ്മഭി കുറുവൻ ഫനിമിത്താനി ദേഹഭൃ തത്തത് കർമ്മഫലം ഗൃണൻ ഭ്രമതീഹ സുഖേതരം. കർമ്മഭി, കർമ്മങ്ങളെ കൊണ്ട്, കർമാണി കർമ്മങ്ങളെ, കുറുവൻ ചെയ്തുകൊണ്ട്, ഫനിമിത്താനി നിമിത്തത്തോടു കൂടിയ, ദേഹഭൃത് മനുഷ്യർ ശരീരമുള്ളവർ, തത്തത് കർമ്മഫലം ഗൃണൻ അതാത് കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട്, ഭ്രമതി ഇഹ ഇവിടെ വട്ടം കറങ്ങുന്നു, സുഖേതരം ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഇവിടെ വട്ടം കറങ്ങുക തന്നെ ചെയ്യുന്നു മനുഷ്യർ. കാരണം കണ്ണുകൊണ്ട് ഞാൻ വിഷയങ്ങളെ അനുഭവിക്കുന്നു.
ഇവിടെ കർമ്മഭീ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമാണി കുറുവൻ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഓരോ ജീവജാലങ്ങളും ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് സംസാര ദുഃഖങ്ങൾക്ക് അധികകാലം നിലനിൽപ്പിന് അവകാശമില്ലല്ലോ. കാരണം എല്ലാ ജീവജാലങ്ങളും ഇവിടെ ജനിച്ച് ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് സംസാര ദുഃഖങ്ങൾ അനുഭവിച്ച് അവസാനം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുക്തിയും കിട്ടും എന്നാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും കിട്ടുകയല്ലേ? എന്താ എല്ലാവർക്കും മുക്തി കിട്ടാത്തേ എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ശ്ലോകം പറയാൻ പോവാ. എന്തുകൊണ്ടാണ് കിട്ടാതെ വരിക? അതിന് പ്രയത്നം വേണം. പ്രയത്നമില്ലാതെ ഫലം കിട്ടില്ല. എന്ത് ചെയ്യണമെങ്കിലും നല്ല പ്രയത്നം വേണം, അല്ലെങ്കിൽ ഫലം കിട്ടില്ല. അതും മുക്തി കിട്ടണമെങ്കിൽ, ഭക്തി ഉണ്ടാകണമെങ്കിൽ ഒരു പ്രയത്നം വേണം. ബാക്കിയൊന്നും പ്രയത്നം വേണ്ട. മുക്തിയും ഭക്തിയും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഭാവങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ അതുപോലെയുള്ള കുറെ ഭാവങ്ങളുണ്ട്. എന്താണ്? ദ്വേഷം ഉണ്ടാവുക, കാമം ഉണ്ടാവുക, അസൂയ ഉണ്ടാവുക, ഡംഭുണ്ടാവുക. ഇതിനൊന്നും വലിയ പ്രയത്നം വേണ്ട. പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരാൾ തൊട്ടു മുമ്പിലിരിക്കുന്ന അമ്മയോട് നിമിഷം കൊണ്ട് ഇതുണ്ടാകാം, ദേഷ്യം ഉണ്ടാകാം. അതിന് വലിയ പ്രയത്നമൊന്നും ആവശ്യമില്ല. അമ്മയുടെ ഒരു വാക്ക് മതി ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ദേഷ്യം നമുക്ക് വരുത്താൻ വലിയ പ്രയത്നം തന്നെ ആവശ്യമില്ല. ഭക്തി വരുത്തണമെങ്കിൽ പ്രയത്നം വേണം. അതില്ലാതെ അത് കിട്ടില്ല. കാരണം എന്താണ്? കുറേ നാൾ സത്സംഗം ചെയ്ത് ഈശ്വരനാമങ്ങളൊക്കെ ചൊല്ലി കീർത്തിച്ച് ഭജന ചെയ്ത് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാകുന്ന ഭക്തി കൊണ്ടേ ചിലപ്പം മോക്ഷം കിട്ടിയെന്നും കിട്ടിയില്ലെന്നും വരത്തുള്ളൂ. അതുകൊണ്ട് ജീവഭാവം അവസാനിച്ചാൽ മുക്തിയായി എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. അത് അവസാനിക്കുന്നതിന് മുമ്പ് ഇതൊരു തുടർച്ചയായിട്ട് ഒരാൾ മരിച്ചാൽ മറ്റൊരാൾ ജനിക്കുന്നു, വേറൊരാൾ ജനിക്കുന്നു, മരിക്കുന്നു. ഇതിങ്ങനെ ഈ കൽപ്പാന്ത കാലം വരെ നീണ്ടു നിൽക്കും. നമ്മളൊരാൾ മരിച്ചത് കൊണ്ട് ഇനിയും ജീവജാലങ്ങൾ ഉണ്ടായത് പിന്നെയും മരിക്കുന്നു. ഇനിയും ആ ജനനവർണ്ണങ്ങൾ ഇല്ലാതാകണമെങ്കിൽ അതിന്റെ കാരണം നശിക്കണം, എങ്കിലല്ലേ പറ്റുള്ളൂ. അല്ലെ പിന്നെയും ജനിച്ചു മരിച്ചുകൊണ്ടേയിരിക്കും. ഈ ദേഹം നമുക്ക് കിട്ടിയത് സുഖവും ദുഃഖവും അനുഭവിക്കാനുള്ള കർമ്മങ്ങളുടെ ഫലമായി വന്നു ചേർന്നാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കണമെങ്കിൽ പൂർവാർജിതമായ പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്നതിന്റെ ബാക്കി അനുഭവിക്കാനാണ്. ബാലൻസ് അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ജന്മം തന്നിരിക്കുന്നത്. അത് അനുഭവിച്ചു തീർന്നാൽ എന്ത് ചെയ്യാം? പോകാം. എപ്പോൾ തീരുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്താണ്? ചിലർക്ക് 5 വയസ്സോ 10 വയസ്സോ 15 വയസ്സോ 20, 25, 30, 35, 40, 45, 70, 80, 90 വരെയൊക്കെ ഇരിക്കും. കാരണം എന്താണ്? ഇതുകൊണ്ട് അനുഭവിച്ചു തീർന്നല്ലേ പോകാൻ പറ്റുള്ളൂ. ഇത് അനുഭവിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ജന്മം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർമ്മങ്ങൾക്ക് പ്രാരബ്ധ കർമ്മങ്ങൾ എന്നാണ് പേര്. നേരത്തെ ഉണ്ടാക്കിയെടുത്തതിന്റെ ബാക്കി എന്നതിന്റെ അർത്ഥം. ഒരു ബീജത്തിൽ നിന്നും അതിന്റെ മുള പൊട്ടി വരുന്നത് പോലെയാണ് പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്നും സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സാരം. അവയെ അനുഭവിക്കുക മാത്രമല്ല നമ്മളിപ്പോ ചെയ്യുന്നത്. ഇന്ദ്രിയം കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂർവജന്മത്തിൽ ചെയ്ത അനേക കർമ്മങ്ങളുടെ ഫലമായ സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുകയും ചെയ്തു. കർമ്മം ചെയ്യുന്നു, സുഖം ഉണ്ടാകുന്നു, ദുഃഖം ഉണ്ടാകുന്നു. ഇതിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് കഴിയുമ്പോൾ എന്താണ്? വാസനകൾ ക്ഷയിക്കുമ്പോൾ ഈ ജന്മം തീരും. പിന്നെയും എന്താണ്? ആ മുജ്ജന്മത്തിലുള്ള വാസനയുടെ ഫലമായിട്ട് വീണ്ടും ശരീരം ഉണ്ടാകാം. ആ വാസനയും തീർന്നെങ്കിൽ ഇനി ജന്മം ഉണ്ടാവില്ല. ഇങ്ങനെ ഇനി ജന്മം എടുക്കാതിരിക്കുന്നതിന്റെ പേരാണ് മുക്തി, മോക്ഷം എന്ന്. അതുവരെ മനുഷ്യജന്മം എന്ത് ചെയ്യണം? ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശരീരം എടുക്കാൻ കാരണം ഈ വാസനയാണ്. ആ വാസന നശിക്കുന്നത് വരെ ജീവന് ദേഹം കിട്ടിക്കൊണ്ടേയിരിക്കും, സംസാരത്തിൽ ഭ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട്
ഈ സംസാരത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ഈ സത്യം തിരിച്ചറിയണം. തത്തത് കർമ്മഫലം ഗൃഹൻ ഭ്രമതീഹ സുഖേതരം. സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവൻ ഇങ്ങനെ ഈ സംസാര ജീവിതത്തിൽ മുങ്ങിയും പൊങ്ങിയും പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മായയുടെ പ്രവർത്തന ഫലമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക. കർമാണി കർമ്മഭിക്കുർവൻ ഫനിമിത്താനി ദേഹപൻ തത്ത കർമ്മഫലം ഗൃഹൻ ഭ്രമതീഹ സുഖേതരം. കർമാണി കർമ്മഭിക്കുർവൻ ഫനിമിത്താനി ദേഹപൻ തത്തത് കർമ്മഫലം ഗൃഹൻ ഭ്രമതീഹ സുഖേതരം. ഇത്തം കർമ്മഗതിർഗച്ഛൻ ബഹു അഭദ്രവഃ പുമാൻ ആഭൂത സംപ്ലവാത് സർഗപ്രളയൗ അശ്നുതേ വശാം. ഇങ്ങനെ ഇത്തം കർമ്മഗതി, ഇങ്ങനെയുള്ള കർമ്മഗതികളെ ഗച്ഛൻ അനുഭവിച്ചുകൊണ്ട് ബഹു അഭദ്രവഹാഹ ധാരാളം അഭദ്രങ്ങളായ ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന, അഭദ്രവഹാഹ അഭദ്രങ്ങൾ, അമംഗളങ്ങൾ, ദുഃഖങ്ങൾ അതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന അഭദ്രവഹാഹ പുമാൻ ഒരു മനുഷ്യൻ ആഭൂത സംപ്ലവാത് സമസ്ത ഭൂതജാലങ്ങളും നശിക്കുന്നത് വരെ, പ്രളയം വരെ, സർഗ പ്രളയവും അശ്നുതേ അവശ ജനനമരണങ്ങളെ അവശനായി അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് മാറ്റം ഉണ്ടാവില്ല. പുണ്യപാപകർമ്മങ്ങളാൽ കിട്ടുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ദേവന്മാരായും മനുഷ്യരായിട്ടും ഒക്കെ ജനിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ആ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും കീഴടങ്ങി ജീവിക്കുക. അത് നമുക്ക് പറ്റൂ. അതിനെ അതിക്രമിച്ച് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും? ഒക്കെ അനുഭവിക്കേണ്ടി വരും. സുഖവും അനുഭവിക്കണം, ദുഃഖവും അനുഭവിക്കണം. സുഖം മാത്രം മതി എന്ന് വാശി പിടിച്ചാൽ നമ്മളിപ്പോ ഇരിക്കുക. രണ്ടും അനുഭവിച്ചേ പറ്റൂ. അതിനാണ് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർമ്മഗതി ഗച്ഛൻ, കർമ്മഗതികളെ അനുഭവിച്ചുകൊണ്ട്, അഭദ്രങ്ങളായ കർമ്മഗതികളെ അനുഭവിച്ചുകൊണ്ട് സംസാരത്തിന്റെ അന്തിമം വരെ ജീവിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് മഹാഭൂതങ്ങളുടെ നാശം സംഭവിക്കുന്ന കൽപ്പാന്തകാലം വരെ ജനനമരണങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ഇത് തന്നെയാണ് അസ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ബന്ധനം, അല്ലെങ്കിൽ സംസാര ദുഃഖം. എന്താണ്? എനിക്കിതിനെ അതിക്രമിച്ച് കടക്കാൻ പറ്റില്ല, ഞാൻ അസ്വതന്ത്രനാണ്. എനിക്ക് വരുന്ന ഓരോ ദുഃഖങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും അടിമപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അതിനെ അഥവാ അതിക്രമിച്ചാൽ അതിനേക്കാൾ കൂടിയ മറ്റൊന്ന് പിന്നെയും വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിന്നു കൊടുക്കുക. ഇതൊക്കെ അനുഭവിച്ചോളാം, എനിക്കതേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് കൽപ്പാന്തകാലം വരെ ജനനമരണങ്ങൾ എന്ന സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് അസ്വതന്ത്രത. അതാണ് ഇന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെ സ്വാതന്ത്ര്യം? അങ്ങനെയൊന്നും മനുഷ്യന് ഇല്ല. സ്വതന്ത്രനാകണമെങ്കിൽ ഇതിൽ നിന്ന് മുക്തനാവണം. ഇത് അനുഭവിക്കുന്ന അത്ര കാലവും അസ്വതന്ത്രത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തം കർമ്മഗതിർഗച്ഛൻ ബഹു അഭദ്രാവഹ പുമാൻ ആഭൂത സംപ്ലവാത് സർഗപ്രളയാവശ്നുതേ അവശ. ഇത്തം കർമ്മഗതിർഗച്ഛൻ ബഹു അഭദ്രവഹ പുമാൻ ആഭൂത സംപ്ലവാത് സർഗപ്രളയാവശ്നുതേ വശം. ധാതൂപപ്ലവ ആസന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാദിനിധനകാലോ ഹ്യവ്യക്തായ അപകർഷതി. ധാതു ഉപപ്ലവ ആസന്നേ, മഹാഭൂതങ്ങളുടെ നാശം സമീപിക്കുമ്പോൾ ധാതുക്കൾ, ഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ, ഉപപ്ലവം നാശം. പഞ്ചമഹാഭൂതങ്ങളുടെ നാശം ആസന്നമാകുന്നതിനാൽ അടുത്തിരിക്കുക. ആസന്നമാകുമ്പോൾ വ്യക്തം ദ്രവ്യഗുണാത്മകം. വ്യക്തം എന്ന് വെച്ചാൽ കാര്യം എന്നർത്ഥം. കാര്യത്തെ എങ്ങനെയുള്ളതാണ്? ദ്രവ്യഗുണാത്മകം വ്യക്തം. ദ്രവ്യം ഗുണം. ദ്രവ്യം സ്ഥൂലമാണ്, ഗുണം സൂക്ഷ്മമാണ്.
ദ്രവ്യം സ്ഥൂലം, ഗുണം സൂക്ഷ്മം. ദ്രവ്യങ്ങളൊക്കെ സ്ഥൂലമായി നമുക്ക് കാണാൻ പറ്റും, ഗുണങ്ങളൊന്നും കാണാൻ പറ്റില്ല, അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായി ഇവിടെ കാണപ്പെടുന്ന സമസ്ത കാര്യത്തെയും അനാദിനിധന, ആദിയും അവസാനവുമില്ലാത്ത കാലോഹി അവ്യക്തായ അപകർഷതി, കാലം അവ്യക്തതയിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുന്നു, നിശ്ചയമാണ്. മഹാഭൂതങ്ങൾ നശിക്കാൻ കാലം ആസന്നമായിരിക്കുമ്പോൾ ദ്രവ്യഗുണാത്മകമായി ആയ ഈ കാര്യങ്ങളെല്ലാം ആദിയും അവസാനവുമില്ലാത്ത കാലത്താൽ അവ്യക്തമായ മറ്റൊരിടത്തേക്ക് നയിച്ചുകൊണ്ടു. കാലമാണ് ഇനി നയിച്ചുകൊണ്ട്. നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, ഇനിയും പ്രളയത്തെക്കുറിച്ചുകൂടെ പറയണം. അതിനിടയ്ക്കുള്ളതാണ് ഈ മായ. ഉണ്ടായതൊക്കെ നശിക്കും എന്നുള്ള പ്രകൃതിയുടെ നിയമമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടായതാണോ നശിക്കുകയും ചെയ്യും. മഹാഭൂതങ്ങളൊക്കെ ഉണ്ടായതാണ്, നശിക്കും. കുറെ കാലം കഴിയുമ്പോൾ നശിച്ചേ പറ്റൂ. നാശം എന്നുള്ള പറയുന്ന ലയമാണ്. അത് ലയിച്ച് ഒന്നിലേക്ക് ചേർന്ന് ഇല്ലാണ്ടാവും. ഒരു വസ്തുവും തീരെ നശിക്കില്ല, ഇല്ലാതാകത്തില്ല. കാര്യരൂപേണ ഇരിക്കുന്ന നിലവിട്ട് മറ്റൊരു കാരണാവസ്ഥയിലേക്ക് ഇത് പ്രാപിക്കും, അത്രേ ഉള്ളൂ. പേപ്പർ കത്തിച്ച് കളഞ്ഞാൽ അത് ചാരമാകും, അത്രേ ഉള്ളൂ. പേപ്പറിന്റെ രൂപം എന്ത് ചെയ്തു? നശിച്ചു. ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് മറ്റൊന്നായി അവസാനം എന്താണ്? ഈ ചാരം വെള്ളത്തിൽ ഒഴിക്കാൻ ക്ഷാരജലമായി പരിണമിക്കും. അങ്ങനെ ഇത് ഒരു കാരണത്തിലേക്ക് ചെന്ന് ചേരുകയുള്ളൂ. കാര്യങ്ങൾ നശിച്ചാൽ അത് കാരണത്തിലേക്ക് ചേരും. ഒരു മൺകുടം ഉടഞ്ഞാൽ എന്താകും? അത് മണ്ണാകും. ആ കുടം നശിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. മണ്ണിന് നാശം സംഭവിച്ചിട്ടില്ല. ആ കുടം മണ്ണായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അത് കുടമായപ്പോൾ നമ്മൾക്ക് ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് അത് നമ്മള് എന്താണ്? ആകൃതി മാറ്റി, പേര് മാറ്റി, കൂജയാക്കി, ചട്ടിയാക്കി, കലമാക്കി, അല്ലേ? ഓരോ പേരിട്ട്, ഓരോ ആകൃതി ഇട്ട്, ഓരോ തരത്തിൽ എന്ത് ചെയ്തു? ഈ മണ്ണുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സകല പേരുകളും ഈ സകല രൂപങ്ങളും ഉടഞ്ഞ് ഒന്നായിട്ട് മാറും. ആരായിട്ട് മാറും? മണ്ണായിട്ട് മാറും. അപ്പൊ നമ്മളെ പോലെയുള്ള കോടിക്കണക്കിന് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് ഉടഞ്ഞാൽ, നശിച്ചാൽ ഒന്നായിട്ട് കാരണത്തിലേക്ക് ഒന്നായിട്ട് തീരും. അപ്പൊ ഇല്ലാതാകുന്നില്ല, കാരണാവസ്ഥയെ പ്രാപിച്ച് ലയിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് പഞ്ചമഹാഭൂതങ്ങളൊക്കെ അവയുടെ സംഹാര സ്വരൂപത്തിൽ ഈശ്വരൻ എന്ന കാലം തന്നെ, ആദിയും അവസാനവുമില്ലാത്ത ആ കാലം തന്നെ നമ്മെ എന്ത് ചെയ്യും? ആ തന്നിലേക്ക് ചേർത്ത് ലയിപ്പിക്കും. സൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ട് മഹാന്മാരുടെ ബുദ്ധിക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെ അവ്യക്തം എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എന്താണ് അവ്യക്തം എന്ന് പറയും? വ്യക്തമായ ഈ ലോകത്തെ അവ്യക്തതയിൽ നിന്നും ഉണ്ടായത് കൊണ്ടാണ് ലോകം അവ്യക്തതയിലേക്ക് ലയിക്കുന്നത്. ഈ ലയത്തെയാണ് നാശം എന്ന് പറയുന്നത്. കാലം ആദ്യന്തങ്ങളില്ലാത്തതാണ്. ആ കാലമാണ് ഈ അവ്യക്തതയിലേക്ക് നമ്മളെല്ലാം കൊണ്ട് എത്തിക്കുന്നത്. ലോകം മുഴുവൻ സമഷ്ടിയാണ്. അതിൽ ഓരോ വിഷ്ടികളായ ജീവജാലങ്ങളുടെ അതൊക്കെ സമഷ്ടിയിലേക്ക് ലയിച്ച് ഒന്നായിത്തീരും. ഇതാണ് പ്രളയകാലത്ത് സംഭവിക്കുന്നത്. ഇതും മായയുടെ സ്വരൂപമാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മളെന്താണ്? ആ കുളം നശിപ്പിച്ചു കളഞ്ഞു അതിട്ട് സന്തോഷിച്ചിരിക്കും. പക്ഷെ ആ കുളത്തിന്റെ രൂപം മാറിയിട്ടത് മണ്ണായിട്ട് ഇവിടെ തന്നെ അവശേഷിക്കും. ഒന്നും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല, രൂപം മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. ഇത് എന്താണ്? നശിച്ചു എന്ന് വിചാരിക്കുന്നത് മായ കൊണ്ടാണ്. ധാതൂപപ്ലവ ആഫന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാദിനിധനകാലോ ഹി അവ്യക്തായ അപകർഷതി. ധാതൂപപ്ലവ ആഫന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാദിനിധനകാലോ ഹി അവ്യക്തായ അപകർഷതി.
ശതവർഷാഖ്യനാവൃഷ്ടം ഭവിഷ്യത്യുൽബണാ ഭുവി തത്കാലോപചിതോഷ്ണാർക്കോ ലോകാം സ്ത്രീൻ പ്രതപിഷ്യതി. 100 വർഷക്കാലം, ശതവർഷാഹി അനാവൃഷ്ടി ഭവിഷ്യതി. ഇനി ഒരു 100 വർഷം അടുപ്പിച്ച് മഴയില്ലാതെ വരും. ഒരു 100 വർഷം മഴയില്ലാതെ വരും. ശതവർഷാഹി അനാവൃഷ്ടി ഭവിഷ്യതി ഉൽബണാ ഭുവി. അപ്പോൾ ഭൂമിയിൽ അസഖ്യമായ ദുഃഖം ഉണ്ടാകും. ഇല്ലേ? ഒരു ദിവസം, ഒരാഴ്ചയോ ഒരു വർഷമോ മഴ കിട്ടാതിരുന്നാൽ വേണേ നമുക്ക് സംഭരിച്ചൊക്കെ വെച്ച് നിൽക്കാം. 100 വർഷമൊക്കെ വന്നാലോ സഹിക്കാൻ പറ്റത്തില്ല. തത്കാല ഉപചിത ഉഷ്ണാർക്കോ. അപ്പം സൂര്യന്റെ ചൂട് 1000 മടങ്ങായിട്ട് വർദ്ധിക്കും. തത്കാല ഉപചിത ഉഷ്ണ അർക്കോ ലോകാം സ്ത്രീൻ പ്രതപിഷ്യതി. 3 ലോകത്തെയും ദുഃഖിപ്പിക്കും. സ്വർഗം എന്ന് പറയുന്ന ആ അന്തരീക്ഷത്തെയും ഈ ഭൂലോകത്തെയും പാതാളത്തെയും ദുഃഖിപ്പിക്കുക തന്നെയും. മഹാഭൂതങ്ങൾ നാശത്തിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ശീതോഷ്ണസ്ഥിതി കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ലോകം അതിൽ നിന്ന് മാറും. ഇപ്പൊ നമ്മൾ കുറേശ്ശെ അനുഭവിക്കുന്നത് അങ്ങനെയാണ്. ശീത ഉഷ്ണസ്ഥിതി കുറെ കാലം നമുക്ക് നമുക്ക് കൃത്യമായിരുന്നു. അതെന്ത് ചെയ്യും? അത് മാറും. മഹാഭൂതങ്ങൾ നാശത്തിലേക്ക് പോകുന്നുള്ളതിന്റെ അടയാളമാണ്. ഭാഗവതം എന്നേ ഇത് പറഞ്ഞു വെച്ചതാണ്. പക്ഷെ നമ്മളിത് അറിയുന്നില്ലെന്ന് മാത്രം. കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ ഉള്ള ഒരു ദിക്കിൽ നമുക്ക് വസിക്കാൻ പറ്റില്ല, വിഷമമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് സഹിക്കാനാവാത്ത ഈ ശീതോഷ്ണം നിമിത്തം നശിച്ചു പോകാറുണ്ട്. ഇത് നമുക്ക് അനുഭവസിദ്ധമാണ്. ശീതോഷ്ണങ്ങൾ ഒത്തിരി കാലം സഹിക്കാൻ പറ്റില്ല. അത് ജനങ്ങൾ തന്നെ നശിക്കും. ചൂട് കൊണ്ട് 1000 പേര് മരിച്ചു, തണുപ്പ് കൊണ്ട് ഇത്ര പേര് മരിച്ചു, മഴയിൽ 500 പേരെ കാണാനില്ല. അതെ, ഇത് ഈ മഹാഭൂതങ്ങൾ പതുക്കെ നാശത്തിലേക്ക് നീങ്ങുന്നതിന്റെ അടയാളമാണ്. 100 വർഷത്തിനകം ഇത് ലയിച്ചില്ലാണ്ടാകും. ഒരു 100 വർഷമാണ് ഈ കാലാവധി പറഞ്ഞത്. അത്ര വ്യക്തമായിട്ട് ഭാഗവതം ഇത് ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നു, ഇങ്ങനെ ഉണ്ടാകാം എന്നാണ്. അതുകൊണ്ട് ആ രീതി അനുസരിച്ച് ലോകം നശിക്കാറാകുന്ന കാലത്ത് വളരെ കാലം മഴയില്ലാതെ വരും. സൂര്യകിരണങ്ങൾ അസഖ്യമായി ചൂടുപിടിക്കും. 3 ലോകവും ഒരു ശരണമില്ലാത്ത ചൂടിന്റെ സങ്കടത്തിൽ അകപ്പെടുക തന്നെ ചെയ്യും. ഇനി അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ കുറേ കാലം മഴ മാത്രമാകും. അത് സഹിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഈ 2 തരത്തിൽ എന്ത് ചെയ്യും? ഈ പഞ്ചഭൂതങ്ങൾ പതുക്കെ പതുക്കെ ലയിച്ച് ഇല്ലാണ്ടാവും. എത്ര ഭംഗിയായിട്ടാണ് മായയുടെ സ്വരൂപത്തെ കുറിച്ച് പറയാൻ പുറപ്പെട്ടപ്പോൾ ആണ് ഈ കഥ പറയേണ്ടി വന്നത്. ശതവർഷനാവൃഷ്ടർ ഭവിഷ്യത്തുൽബണാഭൂയി തത്കാലോപചിത ഉഷ്ണാർക്കോ ലോകാം സ്ത്രീൻ പ്രതപിഷ്യതി. ശതവർഷാഖ്യനാവൃഷ്ടർ ഭവിഷ്യത്തുൽബണാഭുവി തത്കാലോപചിത ഉഷ്ണാർക്കോ ലോകാം സ്ത്രീൻ പ്രതപിഷ്യതി. പാതാളതലമാരഭ്യ സംഘർഷണമുഖാനലാം ദഹന്നൂർധ്വശുഖോ വിശ്വ വർദ്ധതേ വായുനേദിതാം. സംഘർഷണന്റെ ആദിശേഷന്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന മുഖ അനലഹ, ആദിശേഷന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന അഗ്നിസദൃശമായ ആ ജ്വാല വായുന ഈരിത, കാറ്റുകൊണ്ട് വ്യാപരിപ്പിച്ചിട്ട് പാതാളതലം ആരഭ്യ, പാതാളം മുതൽ വിശ്വ 4 ഭാഗത്തെയും ദഹിപ്പിച്ചുകൊണ്ട് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ അതിപ്രതാപത്തോടെ സൂര്യൻ ജ്വലിച്ച് അതിന്റെ കിരണങ്ങളെ കൊണ്ട് ഭൂലോകത്തെ മാത്രമല്ല പാതാള ലോകത്തെയും ചുട്ടുപഴിപ്പിക്കും. അപ്പോൾ ആദിശേഷന്റെ മുഖത്തു നിന്നും വിഷാഗ്നി പുറത്തേക്ക്. ആ അഗ്നി പുറപ്പെടുമ്പോൾ വായു കൂടി അതിന് കൂടെ ചേർന്ന് വായുവിന്റെ സഹായത്താൽ വിഷവന്യ പാതാളം മുതൽക്കുള്ള സർവഭാഗങ്ങളെയും ചുട്ടുപഴിപ്പിച്ചുകൊണ്ട് മേലോട്ട് വരും. ഇങ്ങനെ മേൽഭാഗത്തു നിന്നും കീഴ്പോട്ട് താഴേക്കും സൂര്യകിരണങ്ങൾ പാതാളത്തിന് മേൽപോട്ടേക്കും
ആദിശേഷമുഖത്തിൽ നിന്നും പുറപ്പെട്ട വിഷാഗ്നിയും ചേർന്ന് ഒരുമിച്ച് മേലും കീഴും ഒരുപോലെ ദഹിപ്പിക്കും ഈ ഭൂമിയെ. നീ വരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഇതിപ്പോ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ, ഇനി താഴോട്ട് പോകുന്ന. താഴെ ചെന്നാൽ അവിടെ എന്തുണ്ട്? ആദിശേഷനായ അനന്തന്റെ മുഖത്തെ ചുട്ടുപൊഴിപ്പിക്കുന്ന വിഷാഗ്നിയുണ്ട്. അത് മുകളിലേക്ക് വരും. മുകളിൽ നിന്ന് സൂര്യന്റെ ചൂട് താഴേക്ക് പോകും. ഇത് രണ്ടും മുകളിലേക്കും താഴേക്കും വന്ന് മനുഷ്യജീവിതത്തെ ദഹിപ്പിച്ചു കളയും. അതിന് സംശയിക്കണ്ട. പാതാളതലമാരഭ്യ സംഘർഷണമുഖാനലാം ദഹന്നൂർധ്വശുഖോ വിശ്വ വർദ്ധതേ വായുനേരിതാം. പാതാളതലമാരഭ്യ സംഘർഷണമുഖാനലാം ദഹന്നൂർധ്വശുഖോ വിശ്വ വർദ്ധതേ വായുനേരിതാം. അദ്ദേഹത്തിന്റെ ഉത്തരം തീരുന്നില്ല. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കാണ്. ഒരു 17 ശ്ലോകം കൊണ്ട് 16 ശ്ലോകം കൊണ്ടേ തീരുള്ളൂ. നമുക്കെന്തായാലും ഇന്ന് തീർക്കാൻ പറ്റില്ല. അടുത്ത ദിവസം കൊണ്ട് നമുക്ക് മായയുടെ സ്വരൂപത്തെ, കാരണം അത് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ അറിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗവും പറയും. അതും വേണം നമുക്ക്. മായയുടെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? അതിന് മറുപടിയും വരും. നമുക്ക് എന്ത് ചെയ്താൽ ഇതിന് രക്ഷപ്പെടാം? ഇതാ നമുക്ക് അറിയേണ്ടത്. അതും നോക്കൂ. നമുക്ക് വേണ്ട അതേപോലെ നവയോഗികൾ നിമി ചക്രവർത്തിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതാണ് നിമി നവയോഗി സംവാദം എന്ന പേരിൽ ഏകാദശത്തിൽ നിബന്ധിച്ചിരിക്കുന്ന തത്വരഹസ്യം. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയമുള്ളവർക്കുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. നമസ്തേ. ഉൽപ്പണം സർ, ഉൽബണം എന്ന് പറഞ്ഞാൽ എന്താണ് സർ? ഉൽബണം ഭയങ്കരം. സാറ് തുടക്കത്തിൽ ഹരികഥ എന്ന് പറഞ്ഞു. ഈ കഥ എന്നുള്ള വാക്ക് അത് അൺറിയൽ, കാൽപ്പനികത എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മുടെ ശാസ്ത്രത്തെ സംബന്ധിച്ചോളം കഥ എന്ന് പറയുന്നതുകൊണ്ട് വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കഥ എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും പണ്ടുണ്ടായിരുന്നതും ഇനി വരാൻ പോകുന്നതും മൂന്നും കഥകളാണ്. അല്ല, കഥ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാൽപ്പനികതയായിട്ടുള്ളതാണല്ലോ. അങ്ങനെയല്ലേ കവികൾ ഉണ്ടാക്കി വെച്ചതല്ലേ? എന്റെ ജീവിത കഥ ഞാൻ പറയുന്ന കാൽപ്പനികതയാണ്. ജീവിത കഥയല്ല, നടന്ന സംഭവമല്ലേ? ആത്മകഥ എന്നല്ലേ പറയുന്നേ? അതെ അതെ. അതിനാ അങ്ങനെ പറയുന്ന? അത് എന്താ കൽപ്പിച്ചുണ്ടാക്കിയതാണെങ്കിൽ ആത്മകഥ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പൊതുവെ അങ്ങനെയാണ് ധരിച്ചു വെച്ചേക്കുന്നത്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പറയുന്നത് കഥയാണ്, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്ന കഥയാണ്, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, 3 കാലത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ പറയുന്നതിനെല്ലാം കഥയെന്ന് വാക്കാവില്ല. നമ്മൾ ധരിച്ചു വെച്ചത് കാൽപ്പനികത മാത്രമേ ഉള്ളൂ. അതാ പറ്റുമ്പോൾ. ശരി സർ. ആ, സംശയം തീർന്നു ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സർ